ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 1.5 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് വേണ്ട ചേരുവകൾ എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 2 സവാള, 2 തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇവയാണ് വേണ്ടത്. പിന്നെ നമുക്കത് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാൽ ചേർത്തിട്ടാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ മൂടി വെച്ച് നമുക്കൊരു 2 വിസിൽ, ചെറിയ തീയിലിട്ട് 2 വിസിൽ വരുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആടിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ 3-4 വിസിൽ വരെ വേണ്ടി വരും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നമുക്കതൊന്ന് ചതച്ചെടുക്കണം. ഇതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായി വഴണ്ടി വന്ന ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള സവാള ചേർത്ത് കൊടുക്കാം. നമുക്കത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും നമ്മൾ അതിലേക്ക് ചേർക്കാത്തതാണ്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 2 ഉരുളൻകിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അത് ലാസ്റ്റ് നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മട്ടൺ ഒരു 2 വിസിലാണ് അടിച്ചത്. ചെറിയ തീയിൽ വെച്ചിട്ട് 2 വിസിൽ അടിച്ചതാട്ടോ. ചില മട്ടൺ 2 വിസിലൊന്നും വേവാറില്ല. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മട്ടൺ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ടും കൂടി കുതിർത്താൻ വെച്ചത് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കത് അരച്ചെടുത്ത് നമുക്ക് നമ്മുടെ മട്ടണിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കൊടുത്ത് നമുക്കത് അധികം തിള വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പില കൂടി വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അസ്സലാമു അലൈക്കും.